നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തുന്നു. പക്ഷേ നമ്പറിന്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലും കേസുകളുടെ പരമ്പരയും. കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിന്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പൈസ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. എട്ട് 1-298-6907 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 2019 ഉപേക്ഷിച്ച ഒരു നമ്പർ കാണിച്ചു. ആ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐ ഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 6040767246 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 81296907. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൽദാബ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതിൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കൊലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. ഈ തെലങ്കാന പോലീസ് തന്നെ ഇവിടെ വന്നിട്ട് അവർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷന്റെ മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടില്ല. അവരിവിടെ വന്ന് പുള്ളിയുടെ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ പ്രതി. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാനസിക നില തെറ്റി ആത്മഹത്യയുടെ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഈ ഒരു സിമ്മും അഡ്രസ്സിൻ്റെയും പേര് മാത്രം ഞാൻ പൈസ എടുത്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അന്നേരവും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. VV അരുൺ, ന്യൂസ് 18 കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായായിരുന്നു ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്ന് കടത്തിയത്. അതിനു മുൻപ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം നിഷേധിച്ച് ജയിലിൽ അടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ഐ ഡി കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്.
കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ ഇന്നാണൊക്കെ ഒരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. സഹായത്തിന് നാട്ടുകാരെ വിളിച്ചു. അത് ആരോടും പറയണ്ടേ മോനെ, അമ്മ ചിറ്റപ്പനെ വിളിച്ചൊന്ന് പറ. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞ് ഞാൻ എവരേക്കാളും മുമ്പേ അപ്പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ മോനതാ 2 പേര് പിടിച്ചോണ്ട് പോകുന്നു, എന്തുവാന്ന് അന്വേഷിക്കണം ഒന്നും പറയാതെ അവർ പോവുക കൊണ്ടുവന്ന്. അന്നേരം അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന് തടഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. ഇവിടുന്ന് നേരെ ഡീഫോർട്ടിൽ പോയി അന്ന് ശനിയാഴ്ച രാത്രി മൊത്തം അവിടെ, ഞായറാഴ്ച പകലും രാത്രിയും ഡീഫോർട്ടിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും. നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട് വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയാണ്, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിലും പരാതി നൽകി. വി വി അരുൺ, ന്യൂസ് 18, കൊല്ലം.